ഈ ഒരു സാധനം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് മാത്രമല്ല നിങ്ങളുടെ ബ്രെയിനും ഡെവലപ്പ് ആവുമെന്ന് എത്ര പേർക്കറിയാം? ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ നാച്ചുറലി ഉള്ള ഒരു സാധനമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നമ്മുടെ ബോഡി എപ്പോഴും സർവൈവ് ചെയ്യാനാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് അതുപോലൊരു സർവൈവൽ മെക്കാനിസം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എനർജി ആവശ്യം വരുമ്പോൾ നമ്മുടെ ബോഡി ATP എന്ന് പറയുന്നൊരു സാധനമാണ് എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ വണ്ടിക്കകത്തൊക്കെ നൈട്രസ് ബൂസ്റ്റ് വെക്കുന്ന പോലെ. സോ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ATP നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇത് തീർന്നു. ഇനി എനിക്ക് ATP വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ബോഡിയിൽ നാച്ചുറലി ATP ഉണ്ടാവും, പക്ഷേ അതിന് ഒരുപാട് ടൈം എടുക്കും. അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ. നമ്മുടെ ബോഡിയിൽ എപ്പോഴൊക്കെ ഇൻസ്റ്റൻറ്റ് എനർജി ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം നമ്മുടെ ബോഡി ഉപയോഗിക്കുന്ന സാധനമാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതായത് ATP. പക്ഷേ നമ്മുടെ ബോഡി എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള എനർജി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ചില കഴിക്കുന്ന ഫുഡുകളിൽ നിന്ന് നമുക്ക് ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലുമെങ്കിലും നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കേണ്ടി വരും നമുക്ക് ആവശ്യമുള്ള അളവിൽ ATP സ്റ്റോർ ചെയ്യാൻ വേണ്ടി. പക്ഷേ അത് ഒരുപാട് ടൈം എടുക്കും. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. നമുക്ക് ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ADP എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. നമ്മൾ കൊടുക്കുന്ന ഈ ക്രിയാറ്റിൻ ഫോസ്ഫോ ക്രിയാറ്റിൻ ആയിട്ടാണ് നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലുന്നത്. അപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നമ്മുടെ ബോഡിയിലോട്ട് കൊടുത്ത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും, അതായത് വീണ്ടും ATP പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ATP നമ്മുടെ ബോഡിയിൽ റീസ്റ്റോർ ആയി കഴിഞ്ഞു. അങ്ങനെയാണ് ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിലോട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചില സ്റ്റഡീസിൽ ഓൾറെഡി പ്രൂവൺ ആയിട്ടുണ്ട് ക്രിയാറ്റിൻ നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡി മസിൽസിന് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിനും അത് ഹെൽപ്പ് ആവുന്നുള്ളത്. ഒരുപാട് സ്റ്റഡി ചെയ്ത് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പേരൻസിന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് എന്തുകൊണ്ട് ഉപയോഗിക്കേണ്ടതെന്ന് അവർക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ നിങ്ങളൊരു ബഡ്ജറ്റ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GNCയുടെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ട്രൈ ചെയ്യാം. എൻ്റെ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.